ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയായാലും ഈ തെരഞ്ഞെടുപ്പിൽ മെലിയും. അതിനകത്ത് യാതൊരു തർക്കമില്ല. ഒന്നുകിൽ അവർ 75 സീറ്റിലേക്ക് വരും. ഒരു കാരണവശാലും അവർക്ക് 99, 90, 99 സീറ്റൊന്നും കിട്ടാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. അവരിപ്പോൾ തള്ളിയപ്പോൾ ഗോവിന്ദ മാഷ് തള്ളി മറിച്ച് 100 സീറ്റ് കിട്ടും, 110 കിട്ടുമെന്നൊക്കെ പറഞ്ഞ് തള്ളാം, അത് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ അവരാരും തള്ളുന്നില്ല. ഞങ്ങൾ 70-75 സീറ്റിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. 65 സീറ്റ് മറ്റുള്ളവർ പറയുമ്പോൾ ഞങ്ങൾ 10 സീറ്റ് കൂടെ പിടിക്കും. 75 സീറ്റിലേക്ക് പോയാലും ഇനി തോറ്റുപോയാലും ഈ മുന്നണി വരാതിരുന്നാലും എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്നുള്ളത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ ഇന്ത്യയും ചർച്ച ചെയ്യപ്പെടണം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച്, ബംഗാളിൽ ഭരണം നഷ്ടപ്പെട്ടു, ത്രിപുരയിൽ ഭരണം നഷ്ടപ്പെട്ടു, ബീഹാറിലും ആന്ധ്രയിലുമൊക്കെ ചെറിയ ചെറിയ MLA-മാർ MP-മാരൊക്കെ ഉണ്ടായിരുന്ന നേരത്തെ അതെല്ലാം നഷ്ടപ്പെട്ടു. ഒരു കടലോരത്തെ ഇന്ത്യയുടെ കടലോരത്തുള്ളൊരു പാർട്ടിയായി മാറി. അത് മുന്നണി സംവിധാനത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ കൂടി തോറ്റാൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ CPM-ൻ്റെ അസ്തിത്വം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? മറ്റേ അവർ പാർട്ടി എന്നുള്ള നിലയിൽ ഇവിടെ നിൽക്കും, അവരാരും പിരിച്ചുവിടത്തില്ല, അവർക്ക് പ്രവർത്തിക്കാം. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റുപോയതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകില്ല, അതൊക്കെ പറയാം, ന്യായം. പക്ഷെ ഇന്ത്യൻ പാർലമെൻ്ററി രംഗത്ത്, നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് CPM അപ്രസക്തമാകുന്ന, അല്ലെങ്കിൽ CPM-ന് സീറ്റ് വല്ലാതെ ഇല്ലാതാകുന്ന പുതിയൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം വന്നാൽ അവർ തോറ്റുപോയാൽ. എന്താണ് ഇതിൻ്റെ ഘടകങ്ങൾ? ഒന്നാമത്തെ ഘടകം, ന്യൂനപക്ഷ വോട്ടുകൾ ശക്തമായി ഇപ്പുറത്തേക്ക് UDF-ലേക്ക് പോയി. ഭൂരിപക്ഷ വോട്ടുകൾ ശക്തമായി UDF-ലേക്കും LDF-ലേക്കും പോയി. പട്ടികജാതി പട്ടികവർഗക്കാരുടെ വോട്ട് കൃത്യമായി LDF-ന് കിട്ടുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷം മുസ്ലിം സംരക്ഷകനായി അവതാരമെടുത്ത പിണറായി വിജയനെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ വെറുത്തു? ഇത് കേരള സമൂഹം ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ പിണറായി വിജയനെ വിശ്വസിച്ചില്ല? ക്രിസ്ത്യാനികൾ ഒരു പരിധിവരെ അച്ഛന്മാരും അവരൊക്കെ ഈ നവകേരള യാത്രയൊക്കെ നടത്തിയപ്പോൾ അച്ഛന്മാരും എല്ലാവരും പിണറായി വിജയൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. സുറിയാനി അച്ഛനും ഇവരും ഒക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമില്ല, അവരും ജനങ്ങൾ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ഈഴവരിൽ നല്ലൊരു വിഭാഗം ഉപേക്ഷിച്ചു, നായന്മാരിൽ നല്ലൊരു വിഭാഗം ഉപേക്ഷിച്ചു. എന്തുകൊണ്ടിത് സംഭവിച്ചു? ഒന്നാമത്തെ ചോദ്യം. 2, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന, പ്രത്യേകിച്ച് CPM-ൽ CPI-ൽ വിശ്വസിക്കുന്ന കുറേ ബുദ്ധിജീവികളും പരിസ്ഥിതിവാദികളുമുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാ സംഘം, യുവകലാ സാഹിതി, ഇങ്ങനെ കുറേ അലുക്കുലുക്ക് സംഘടനകൾ കുറേ ഉണ്ട്, സാഹിത്യ സംവിധാനങ്ങളൊക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം വികസനമല്ല അവരുടെ ബ്രെഡ് താത്വിക കാര്യങ്ങളാണ്. മതേതര ജനാധിപത്യ ഇടതുപക്ഷ ചിന്താഗതികളും അതിൻ്റെ ഒരു രമിക്കലും അതിൻ്റെ ഒരു തലയ്ക്കൊരു ലഹരിയാണ് അവർക്ക്. അതുണ്ടെങ്കിലേ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുള്ളൂ. പക്ഷെ അത് ഇപ്രാവശ്യമില്ല. ഇപ്രാവശ്യം റോഡ്, പാലം, റേഷൻ, പഞ്ചാര, അരി, മണ്ണെണ്ണ എന്നൊക്കെ പറഞ്ഞ്, പവർ കട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിണറായിയുടെ ചില തള്ളുകളാണ് ഇപ്രാവശ്യം വന്നത്. അത് ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ഒരു പക്ഷത്തിന് ദഹിക്കുന്നതല്ല. അവർക്കെപ്പോഴും ആദർശം, ആശയം, തത്വം ഇതൊക്കെയാണ് വേണ്ടത്. ആ വിഭാഗം വലിയ നിരാശരാണ്. ഇപ്പോൾ പരിസ്ഥിതി രംഗം, കേരളയിൽ, അല്ലെങ്കിൽ വയനാട് തുരങ്കം, അതുപോലുള്ള പല കാര്യങ്ങൾ, അതുപോലെ തന്നെ മരം മുറിച്ച് കളയുന്നത്, അങ്ങനെ ഒരുപാട് കേസുകൾ, ഇതിലൊക്കെ വളരെ വലിയ എതിർപ്പ് അങ്ങനെ ഒരു ജനവിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിനെ ശക്തമായിട്ടാണ് സ്വാധീനിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വളരെ ശക്തമായി ഇടതുപക്ഷത്തിന് വലിയ വോട്ട് നഷ്ടപ്പെടുത്തിയൊരു കാര്യമാണ്. പിന്നെ ആൻറ്റി ഇൻകംബൻസ് ഉണ്ട്. ഒരു വൺമാൻ ഷോ, അതായത് പിണറായിയുടെ ഒരു വൺമാൻ ഷോ അങ്ങനെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ വിഷയമുണ്ട്, സിദ്ധാർത്ഥൻ്റെ മരണമുണ്ട്, ഇപ്രാവശ്യം നിതിൻ രാജ് താമസിച്ചാണ് മരിച്ചത്. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ മരണമുണ്ട്, അഭിമന്യുവിൻ്റെ മരണമുണ്ട്, ഒത്തിരി മരണങ്ങളുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങളോ ആത്മഹത്യ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകളുണ്ട്. കേരളയിലുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ PM ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. പിണറായിയുടെ ഭാഷ ഭയങ്കരമായി ആളുകൾ ഇഷ്ടപ്പെടാത്തൊരു ഭാഷ പിണറായിക്കുണ്ട്. അത് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുന്നത്, പാർട്ടിക്കാരെ കൈകാര്യം ചെയ്യുന്നത്, വർക്കുകൾ കൊടുക്കുന്നത്, IAS-കാരെ കൈകാര്യം ചെയ്യുന്നത്, ആശാ വർക്കർ, അംഗനവാടിക്കാരെ കൈകാര്യം ചെയ്യുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യം കൊടുക്കുന്നതിലുണ്ടായ കാലവിളംബവും അത് കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ സെഗ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സെഗ്മെൻറ്റിലെ കുറച്ച് വോട്ടുകളൊക്കെ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടത്തിൻ്റെ കച്ചവടമാണ് ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ
ഈ പിണറായി വിജയൻ 75 സീറ്റ് പിടിച്ച് അധികാരത്തിൽ വന്നാലും മുഖ്യമന്ത്രി ആകാതിരിക്കുന്നതാണ് നല്ലത്. 90 സീറ്റെങ്കിലും കിട്ടാതെ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരരുത്. അതൊരു ആക്ഷേപമാണ്, അത് മോശമാണ്. ഇനി മാത്രമല്ല 75-ന് താഴെ 70-ന് താഴെ പോയാൽ പിണറായി വിജയൻ ഒരിക്കലും പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. KN ബാലഗോപാലോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും പ്രതിപക്ഷ നേതാവ്. പക്ഷേ അവരൊക്കെ ജയിച്ചു വരികയും വേണം. എന്തായാലും വളരെ വലിയ നഷ്ടമാണ് കേരളത്തിന് CPM-ന് ഉണ്ടാകാൻ പോകുന്നത്. അത് തോറ്റാലും അവർ ജയിച്ചാലും കേരള രാഷ്ട്രീയത്തിൽ CPM-ൻ്റെ നഷ്ടക്കച്ചവടമാണ് ഈ തെരഞ്ഞെടുപ്പ്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലാഭക്കച്ചവടമാണ്. 5 സീറ്റെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ അവർ ഇവിടെ കാലുറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ ലോട്ടറിയാണ്. കിട്ടിയാൽ ചട്ടി കിട്ടിയില്ലെങ്കിൽ ഊട്ടി എന്ന് പറയുന്ന വളരെ കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ലോട്ടറിയാണ് UDF-നെ സംബന്ധിച്ച്. ഇടതുപക്ഷത്തോടുള്ള എതിർപ്പ് കൊണ്ട്, ഞാനീ പറഞ്ഞ നിരവധി ഘടകങ്ങൾ, ആൻറ്റി ഇൻകംബൻസ് ഘടകങ്ങൾ കൊണ്ടും ഇടതുപക്ഷത്തിലെ ആളുകളുടെ എതിർപ്പ് കൊണ്ടും ലക്കടിക്കുന്നത്, ലോട്ടറി അടിക്കുന്നത് UDF-നാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന വലിയൊരു പാഠം.